രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിനു ശേഷം ആ ഒരു സ്ഥാനത്തേക്ക് OJ ജനീഷ് വന്നതിൽ വലിയ വിവാദങ്ങളായിരുന്നു ചില കോണുകളിൽ നിന്നും ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അബിൻ വർക്കിയെ സൈഡാക്കി അല്ലെങ്കിൽ VD സതീശന്റെ നോമിനിയാണ് ആ ഒരു സ്ഥാനത്തേക്ക് ഇരുത്തിയത് എന്നുള്ള നീക്കങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ വശം എന്താണ്? ഈ ജനീഷ് കുമാർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായതില് കോൺഗ്രസിന്റെ മറ്റു ഗ്രൂപ്പുകൾ പെട്ട ആളുകളെക്കാൾ കൂടുതൽ സങ്കടപ്പെടുന്നത് ഇവിടുത്തെ യുവമോർച്ചക്കാരനും DYFI കാരനും CPM കാരനും BJP കാരനും ഒക്കെയാണ് എന്നറിയുന്നതിൽ ഓരോ കോൺഗ്രസ് അനുഭാവികൾക്കും വലിയ സന്തോഷമുണ്ട്. കാരണം യൂത്ത് കോൺഗ്രസ് അങ്ങ് മെച്ചപ്പെടുത്തി നന്നാക്കി മികച്ചതാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം മറ്റു പാർട്ടിക്കാർക്കാണെന്നാണ് തോന്നുന്നത്. ഇപ്പൊ അനൂപ് ആന്റണി നമ്മുടെ അബിൻ വർക്കിയെ BJPയിലേക്ക് സ്വാഗതം ചെയ്തില്ല. അദ്ദേഹം പറയുന്നത് BJPയിൽ എത്തിയാൽ കേന്ദ്രമന്ത്രിയാകാം, ഗവർണറാകാം, MP ആകാം, രാജ്യസഭാ MP ആകാം, BJPയുടെ ജനറൽ സെക്രട്ടറി, അങ്ങനെ പല പോസ്റ്റുകളിൽ അദ്ദേഹത്തെ പോലെ ജനറൽ സെക്രട്ടറി ആകാം എന്നൊക്കെ അനൂപ് ആന്റണി പറയുന്നത് കേട്ടു. പക്ഷെ അനൂപ് ആന്റണി ഒന്ന് മാത്രം പറഞ്ഞില്ല, BJPയിലെത്തിയാൽ കേരളത്തിൽ നിന്ന് MLA ആകാമെന്ന് മാത്രം അനൂപ് ആന്റണി പറഞ്ഞില്ല. അത് മറന്നുപോയതല്ല, മനഃപൂർവ്വം പറയാത്തതാണ്. കാരണം അതിനുള്ള സാധ്യത തുലവും തുച്ഛമായിട്ടാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ഇരിക്കുമ്പോ ഇവിടെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ ഇടതുപക്ഷ വലതുപക്ഷ പോരിലേക്ക് കളം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്രസക്തമായി പോയി എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഞാൻ തന്നെ പല ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് സാധാരണക്കാര് ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള വിദൂര സാധ്യതകൾ പോലും കാണുന്നില്ല എന്ന് പറഞ്ഞിടത്ത് നിന്നുകൊണ്ട് കളം നിറഞ്ഞാടുന്ന കോൺഗ്രസിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അബിൻ വർക്കി മണ്ടനൊന്നും അല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ, ഇപ്പൊ ഹർഷയായാലും ഞാനായാലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാളായാലും ഒരു പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുമ്പോൾ, അതിന്റെ സജീവമായി നിൽക്കുമ്പോൾ, മുഴുവൻ സമയ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ആ സംഘടനയുടെ തലപ്പത്തേക്ക് എത്തുക എന്ന് പറയുന്നത് ഓരോ പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹമാണ്. അതിപ്പോ യൂത്ത് കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് പോലും ആഗ്രഹം ഉണ്ടാവും, ഒന്ന് മണ്ഡലം പ്രസിഡന്റ് ആവണം, ഒന്ന് ബ്ലോക്ക് പ്രസിഡന്റ് ആവണം, ഒന്ന് ജില്ലാ പ്രസിഡന്റ് ആവണം, ഒന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ എത്തണം, ഒന്ന് സംസ്ഥാന അധ്യക്ഷനാവണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും. അപ്പോ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനുള്ളിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ്സുകാരാ. യൂത്ത് കോൺഗ്രസിനുള്ളിൽ എന്ത് വേണം തീരുമാനിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആണ്, കോൺഗ്രസ് നേതൃത്വമാണ്. അബിൻ വർക്കിയെ ആക്കണോ, ജനീഷിനെ ആക്കണോ, അതല്ലെങ്കിൽ ബിനു ചുള്ളിയിലെ ആക്കണോ, അതോ രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും കൊണ്ട് റീപ്ലേസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. അല്ലാതെ ഇവിടുത്തെ BJP കാരനോ CPM കാരനോ ഒന്നും അല്ലതേ. ഇവരൊക്കെ വിചാരിച്ചത് എന്താ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലാതിരുന്നപ്പോ ഇവന്മാരൊക്കെ പറയുന്നത് ആദനില്ല കളരിയായിട്ട് കിടക്കുകയാണെന്ന്. സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ കൃത്യമായ അക്കോമഡേഷൻ അവിടെ ഉണ്ടായി. ബിനു ചുള്ളിയിൽ എന്ന് പറയുന്ന ആളെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കുന്നു. നിലവിൽ പ്രസിഡന്റ് ആകുമെന്ന് പ്രതീക്ഷിച്ച കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട 1,50,000 ചില്ലുവാന വോട്ട് പിടിച്ചുകൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയ അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷനാക്കുമെന്ന് പലരും പ്രതീക്ഷിച്ചു. അതൊരു സ്വാഭാവികമായും അബിൻ വർക്കി പ്രതിദാനം ചെയ്യുന്ന ഈ ഗ്രൂപ്പിന്റെ ആളുകൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാകാം. പക്ഷെ അത് നടന്നില്ല. അബിൻ വർക്കി എന്താണ് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞത്? അബിൻ വർക്കി പറഞ്ഞത്, എനിക്ക് കേന്ദ്രത്തിൽ തന്നിരിക്കുന്ന ഈ പോസ്റ്റ് എനിക്ക് വേണ്ട. കാര്യം എന്താ, അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് നിയമസഭയിലെ ഒരു സീറ്റാണ്. അബിൻ വർക്കിക്ക് നിയമസഭയിൽ കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാകും. അബിൻ വർക്കിയെ പോലെയുള്ള നേതാക്കന്മാർ മത്സരിച്ചാൽ ഇടത് കോട്ടകൾ ഇളകും. രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരരംഗത്തേക്ക് വന്നപ്പോ പാലക്കാട് പറഞ്ഞതാ, പത്തനംതിട്ടയിൽ വന്ന പയ്യൻ ഇവിടെ ഒരു തേങ്ങ കാണിക്കാനില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് പാലക്കാട് പോലെ ഒരു മണ്ഡലത്തില് 25,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ടക്കാരൻ പാലക്കാട് ജയിച്ചെങ്കിൽ അബിൻ വർക്കിക്ക് കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാവും. അബിൻ വർക്കിക്ക് വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് പാർട്ടി നൽകും. അബിൻ വർക്കി അടുത്ത നിയമസഭയിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി എത്തും. ഈ BJPയിലേക്ക് ക്ഷണിച്ച അനൂപ് ആന്റണിക്ക് നെഞ്ചത്ത് കൈവച്ച് ഉറപ്പ് പറയാൻ പറ്റുമോ അനൂപ് ആന്റണിക്ക് ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് നിയമസഭയിലേക്ക് എത്താൻ പറ്റും? പോട്ടെ, അവരുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ ഞാൻ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് സംസ്ഥാന നിയമസഭയിലേക്ക് എത്തുമെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ BJPയിലേക്ക് ക്ഷണിക്കുന്നവർ ആലോചിക്കുക, നിങ്ങൾക്ക് എന്ത് തേങ്ങയാണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഇപ്പോ ഡോക്ടർ P സരിൻ CPMയിലേക്ക് പോയി, സരിന് ഒരു സീറ്റ് കൊടുത്തു, സരിൻ പരാജയപ്പെട്ടു. സരിൻ ഒരു പക്ഷേ പാലക്കാട് പാർട്ടി നേതൃത്വത്തിന് ആഗ്രഹം പ്രകടിപ്പിക്കാം, സീറ്റ് ചോദിക്കാം, സീറ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്യാം. പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്തമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിപ്പിച്ച് വിജയിപ്പിച്ച് കഴിക്കുമ്പോൾ സരിൻ കൊള്ളാം, അടുത്ത തവണ സരിന് കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാവും. കഴിഞ്ഞ തവണ സരിന് കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടായി. അവിടെ പാർട്ടി ഒറ്റക്കെട്ടായി സരിനെ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമം ഉണ്ടാക്കും. CPMൽ പോയി, അടുത്ത തവണ CPM സീറ്റ് കൊടുക്കും. കാരണം എന്താ, പാലക്കാട് പോലും മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ CPMന് ഇല്ലെന്നേ. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികൾക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഉണ്ടാകാത്തൊരു പാർട്ടിയാണ്.
ഓരോ മണ്ഡലത്തിലും 4-5 പേരുകൾ കൊള്ളാവുന്ന ആളുകളുടെ പേര് പരിഗണിക്കാൻ കാണും. അത് ഈ കോൺഗ്രസിന്റെ 1ാം നിരയിലും 2ാം നിരയിലും 3ാം നിരയിലും ഇപ്പൊ 4ാം നിരയിലും പേരെടുത്ത് പറയാനുള്ള ആളുകളുണ്ട്. ഞാൻ ഹർഷയോടങ്ങ് ചോദിക്കാം. ഹർഷ ഒരു മാധ്യമ പ്രവർത്തകയാണല്ലോ, എല്ലാ ദിവസവും ഈ പറയപ്പെടുന്ന മാധ്യമങ്ങളിലൂടെ പോകുന്ന ആളാണല്ലോ. ഒരു 10 ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരുടെ പേര് പറയാമോ? അല്ലെങ്കിൽ SFIയുടെ ഒരു 10 നേതാക്കന്മാരുടെ പേര് പറയാമോ? ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്തരത്തിലുള്ള ആളുകളൊന്നും വാർത്താ ചർച്ചകളിൽ ഇപ്പോൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം. വാർത്താ ചർച്ചകളിലല്ല, ഇവന്റെയൊക്കെ വിചാരം സോഷ്യൽ മീഡിയയിൽ 2 പോസ്റ്റ് ഇട്ടാലും ചാനൽ ചർച്ച വന്നിരുന്നാലും നേതാവാകുന്ന. അങ്ങനെയല്ല നേതാവാകുന്നേ. സജീവമായ സമരമുഖങ്ങളിൽ ജനങ്ങൾക്കൊപ്പം ജനകീയ പ്രശ്നങ്ങളിൽ ഇറങ്ങി നിന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് ജനങ്ങളോടൊപ്പം ഇടപഴകി പോകുന്നവന്മാരാണ് ഓരോ നേതാക്കന്മാരും. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ 10 അല്ല 20 പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ ഹർഷയ്ക്കും പറയാൻ പറ്റും, എനിക്കും പറയാൻ പറ്റും, ഏതൊരാൾക്കും പറയാൻ പറ്റും. അത് ഷാഫി പറമ്പിൽ തുടങ്ങും, VT ബൽറാമിലൂടെ, ശബരിനാഥിലൂടെ, ഇങ്ങ് രാഹുൽ മാങ്കോട്ടത്തിലൂടെ, അബിൻ വർക്കിയിലൂടെ, ജനീഷ് കുമാറിലൂടെ, KM അഭിജിത്തിലൂടെ, യദു കൃഷ്ണനിലൂടെ, ഇങ്ങനെ നീണ്ടു പോകുന്നേ. KSUവിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പേര് വരെ പോകും, സംസ്ഥാന സെക്രട്ടറിമാരുടെ പേര് വരെ പോകും. വനിതാ നേതാക്കന്മാരുടെ പേര് പറയാൻ പറഞ്ഞാൽ അവർക്ക് അനുശ്രീയെ പോലെ 1-2 പേരുടെ പേരെ പറയാനുള്ളൂ. 10-ലധികം പേര് യൂത്ത് കോൺഗ്രസ് പറയാനുണ്ട്, 20ഓളം വനിതാ നേതാക്കന്മാരുടെ പേര് പറയാനുണ്ട്. ആ പ്രസ്ഥാനമാണ് ഇവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും കാലിടറി. എങ്ങനെയാണ് കാലിടറിയെ? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യനെ ഇല്ലാത്ത പെണ്ണ് കേസിൽപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് VS അച്യുതാനന്ദൻ എന്ന പരിണിതപ്രജ്ഞനായ നേതാവിനെ മുന്നിൽ കാണിച്ചുകൊണ്ട് മറ്റൊരു നേതാവ്, പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഇലക്ഷൻ നയിച്ച് മുഖ്യമന്ത്രിയായ ഒരു തെരഞ്ഞെടുപ്പ്. പ്രളയവും നിപ്പയും കോവിഡും പ്രതിസന്ധികൾ വന്നപ്പോ ആ പ്രതിസന്ധികളുടെ മറ പറ്റിക്കൊണ്ട് ഇവിടുത്തെ പാവങ്ങൾക്ക് എച്ചിൽ കഷ്ണം എറിഞ്ഞു കൊടുത്തുകൊണ്ട് വീണ്ടും അധികാരത്തിലെത്തിയ മറ്റൊരു ഗവൺമെന്റ്. ആ 2 ഗവൺമെന്റുകളുടെ കാലഘട്ടത്തിൽ പലപ്പോഴും കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കാലിടറിയിട്ടുണ്ട്. കോൺഗ്രസ് പണ്ടും ഇങ്ങനെയാ. കോൺഗ്രസിനുള്ളിൽ പണ്ട് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്, ഗ്രൂപ്പ് തർക്കങ്ങളുണ്ട്, നേതാക്കന്മാരാകാനുള്ള തർക്കങ്ങളുണ്ട്. പക്ഷേ കോൺഗ്രസിനറിയാം, ഇപ്പൊ ഒന്ന് താന്നു പോയാൽ UDFന് കൃത്യമായി അറിയാം, ഇപ്പൊ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒന്ന് താന്നാൽ, തമ്മിലടി കൂടിയാൽ, ഭരണം നഷ്ടപ്പെട്ടാൽ 20% വോട്ട് ഷെയറുമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തെത്തിയ BJP കഴുകൻ കണ്ണുകളുമായി കാത്തിരിക്കുകയാണ്. ഇവിടുന്ന് ഒരാൾ പോയല്ലോ, പിന്നെ ഇവിടെ കണ്ണൂരിൽ നിന്നിട്ട് ഒരു തെയ്യക്കോലവും പിടിച്ചുകൊണ്ട് കേന്ദ്രത്തിലേക്ക് എന്തിനാ പോയെന്ന് എല്ലാ മലയാളികൾക്കും കൃത്യമായി അറിയാം. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുന്ന BJPയും CPM ചേർന്ന CJP മുന്നണി ഇവിടെ വീണ്ടും ഇടതുപക്ഷത്തിന് അധികാരം കയ്യിൽ വെച്ചു കൊടുക്കും. അവർ 5-6 സീറ്റുകളിലേക്ക് അവർ അധികാരം പിടിക്കാൻ ശ്രമിക്കും. 10 വർഷത്തെ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് 10 വർഷങ്ങൾക്കപ്പുറം BJP അധികാരത്തിലെത്തുമ്പോ ഇവിടെ CPM ഉണ്ടാകില്ല, കോൺഗ്രസ് ഉണ്ടാകില്ല എന്നൊരു അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ട് ചെന്നെത്തിക്കാൻ വേണ്ടി മുന്നോട്ട് പോവാണ്. തനിക്ക് ശേഷം പ്രളയം എന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല നേതാക്കന്മാരും അത് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പൊ കോൺഗ്രസിന് അറിയാം, UDFന് അറിയാം എങ്ങനെ അധികാരത്തിലേക്ക് എത്തണമെന്ന്. അവർ കിട്ടുന്ന ഒരു അവസരവും ഇപ്പോൾ വെറുതെ കളയുന്നില്ല. ഇന്നിപ്പോ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ജാഥകൾ നടക്കുകയാണ്. പല MPമാരുടെ, പല നേതാക്കന്മാരുടെ നേതൃത്വത്തില് വിവിധങ്ങളായ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ജാഥകൾ നടക്കുകയാണ്. അത് 17-ാം തീയതി ചെങ്ങന്നൂരിലെത്തി പന്തളത്തേക്ക് കാൽനട യാത്രയായി എത്തുമ്പോ ശബരിമല പോലെ സെൻസിറ്റീവായ വിഷയങ്ങളിൽ പോലും കോൺഗ്രസ് കൃത്യമായ നിലപാടെടുക്കുകയാണ്. കലാവാഹനമല്ല, വർഗീയത പറയുകയല്ല, അത് സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങളെ കൂട്ടിച്ചേർക്കുകയാണ്. ഇവിടെ വികസനത്തിന് വേണ്ടി, അഴിമതിക്കെതിരെ സംസാരിച്ചുകൊണ്ട് ഓരോ UDF നേതാക്കന്മാരും മുന്നോട്ട് പോകുമ്പോഴാണ് കേവലം ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ പേരിൽ അബിൻ വർക്കിയെ പോലെ നല്ല നേതാക്കന്മാർ, ചെറുപ്പക്കാർ പാർട്ടി വിട്ടു പോകുമെന്ന് മോഹിച്ച കുറച്ച് ഇടതുപക്ഷക്കാരും കുറച്ച് BJPക്കാരും അതിലേറെ ഇവരുടെ സ്തുതിപാഠകരായ കുറെ മാധ്യമങ്ങളും അബിൻ വർക്കി മാധ്യമങ്ങളെ കാണുന്നതെന്ന് വിചാരിച്ച ഇവരൊക്കെ വിചാരിച്ചത് അബിൻ വർക്കി പ്രതിഷേധം അറിയിക്കും, രാജി പ്രഖ്യാപിക്കും എന്നൊക്കെയാണ് അവസ്ഥ. അബിൻ വർക്കി ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ ഉണ്ടായിരുന്ന ചില പ്രസ്താവനകൾ തന്നെയല്ലേ ഇത്തരത്തിൽ BJPക്ക് ഈ ഒരു അവസരം മുതലെടുക്കാനുള്ള ഒരു അവസരമായിട്ട് കാണാൻ കാരണം? നോക്കൂ, എന്താണ്, ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് അല്ലേ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുപ്പിലൂടെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അബിൻ വർക്കിയുടെ എതിർപ്പുകൾ പറയാന്നേ. അത് പാർട്ടിക്കുള്ളിലും പറയാം, പുറത്തും പറയാം. എന്നിട്ട് അബിൻ വർക്കി പുറത്തു പോകല്ലോ, അവിടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ആ പാർട്ടിയിൽ തന്നെ നിൽക്കുകയാണ്, ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ തുടരുന്നു. ഇന്ന് അബിൻ വർക്കി പരിപാടിയിലേക്ക് കടന്നു വന്നപ്പോ ആളുകൾ മുദ്രാവാക്യം പറഞ്ഞുകൊണ്ട് തോളിലേറ്റിക്കൊണ്ടല്ലേ പോയി, അല്ലെ? യുവമാരെല്ലാം തകർക്കാൻ ശ്രമിച്ച രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് ജനങ്ങളെ കണ്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നില്ലേ? പ്രതിഷേധമായി പോയവന്മാരൊക്കെ മുട്ടുമടക്കി പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയില്ലേ? ജനങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ നെഞ്ചിലേറ്റാൻ, തോളിലേറ്റാൻ തയ്യാറാണ്. അതിനുള്ളിലെ തമ്മിലടികളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എത്തും. ഇവിടെ ഇടതുപക്ഷം അടുത്ത തെരഞ്ഞെടുപ്പിൽ തകർന്നടിയും. BJP വിചാരിക്കുന്ന സെറ്റിൽമെന്റ് രാഷ്ട്രീയമൊന്നും നടക്കാൻ പോകുന്നില്ല. UDFന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിലെത്തുക തന്നെ ചെയ്യും.